കണ്ണിന് പകരം കണ്ണ് എന്ന നയം ലോകത്ത് വന്നു കഴിഞ്ഞാലേ ലോകത്തുള്ള ആളുകൾ മൊത്തം അന്ധന്മാരായിരിക്കുമെന്ന ഗാന്ധിജിയുടെ വാക്കുകളെ ഇന്ന് പലസ്തീന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ മനസ്സ് കിടന്ന് കുലുങ്ങുക. ഒന്ന് ആലോചിച്ച് നോക്കൂലേ, ഓരോ ദിവസവും എത്ര നിരപരാധികളുടെ കണ്ണീരാ നമ്മൾ കാണേണ്ടി വരുന്നത്. ശരിക്ക് ഈ പ്രതികാരം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും മനസ്സമാധാനം കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. അത് വേദന മാത്രമല്ലേ തരുന്നുള്ളൂ. യഥാർത്ഥ ശക്തി എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാല് അത് അക്രമോ അല്ലെങ്കിൽ ആയുധങ്ങളോ ഒന്നുമല്ല. അത് സത്യവും കാരുണ്യവും നീതിയും ഒക്കെയാ. ഇതൊക്കെ ഒന്ന് ആളുകൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോവാ. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ പലസ്തീനിലും അതുപോലെ ലോകത്തിന്റെ എല്ലാ കോണിലും സമാധാനത്തിന്റെ വെളിച്ചം പരക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ പൊന്നുമക്കളെ, നിങ്ങളുടെയൊക്കെ ആഗ്രഹപ്രകാരം ഈ നാട്ടിൽ നമ്മുടെ ആശ്രമത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. വർഷത്തിൽ എത്ര ദിവസം ഇവിടെ വന്ന് നിങ്ങൾക്ക് ദർശനം നൽകാൻ കഴിയുമെന്ന് നമുക്കറിയില്ല. റഷ്യൻ പാർലമെന്റിൽ പ്രസംഗിക്കാൻ പോകണം, യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം പോകേണ്ടതുണ്ട്. ഇന്ത്യയിലും വിദേശത്തുമായി പാവങ്ങൾക്കുള്ള വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അറിയാലോ, കമ്പിക്ക് സിമെന്റിനും ഒക്കെ എന്താ വില. നല്ല പണിക്കാരെ കിട്ടാനില്ല. കിട്ടിയാൽ തന്നെ പണി അറിയില്ല, അറിഞ്ഞാൽ തന്നെ ചെയ്യില്ല. എന്താ പറയുന്നേ എന്റെ പൊന്നു മക്കളെ?